ഒരു നല്ല കടപ്പാടുണ്ട്. അതാണ് ആദ്യം മോനോട് വന്നിട്ട് ഈ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നോ പറയാതിരുന്നത്. അതോടെ അത് സൂചിപ്പിച്ചു തോന്നുന്നു. അതെ, കാരണം എനിക്കൊരു തിരൂർ സ്കൂളിൽ ജോലി കിട്ടി വരുമ്പോൾ 20 വയസ്സായിട്ടില്ല. എനിക്ക് 20 വയസ്സാന്ന് തോന്നുന്നു. ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർക്കുള്ള ഓട്ടം. അപ്പോൾ ഷിഫ്റ്റാണ് തിരൂർ സ്കൂളിൽ. 12 മണി വരെയാണ് ആദ്യത്തെ സെഷൻ, 8 തൊട്ട് 12 വരെ. പൂമലയെന്ന് വരണം, അവിടെ നിന്ന് നടന്നു തന്നെ വരണം. അങ്ങനെ നടന്ന് വന്ന് ക്ലാസ് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിക്കാതെ ഞാൻ ബസ് കയറി പോകും. സാഹിത്യ അക്കാദമിയിലും പിന്നെ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ പോകും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് കമൻറ്റുകളുണ്ടാവും. പക്ഷെ താരേട്ടൻ അവിടെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. താരേട്ടൻ എന്നെ വിളിച്ചിരുന്നത് സൂപ്പർ സോണിക് എന്നാണ്. സൂപ്പർ സോണിക് വിമാനം പോലെ ഞാൻ പായെന്ന് പറയും. പൂമലയും തുടങ്ങിയിട്ടുള്ള ഓട്ടം സാഹിത്യ അക്കാദമിയിലേക്ക്, സാഹിത്യ അക്കാദമി ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടുള്ള ഓട്ടം. 5 മണിക്ക് വന്ന് 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുക. അവിടെ നിന്ന് വന്ന് വണ്ടി ഇറങ്ങിയാൽ തിരിച്ച് പൂമലയിലേക്ക് ഓട്ടം. അപ്പോൾ ഈ ഒരു ഓട്ടത്തിനെയാണ് താരേട്ടൻ സൂപ്പർ സോണിക് വിമാനം പോലെയാണ് പായണെന്ന് പറഞ്ഞത്. തന്നെയല്ല, വലിയ സപ്പോർട്ടായിരുന്നു താരേട്ടൻ്റെ. ഇപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി, വളരെ വാത്സല്യത്തോടു കൂടി പിന്നെ എന്നെ നോക്കി കാണും. അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തനങ്ങളെ, പഠിപ്പിന് ഓരോ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് വാങ്ങുന്നതിനുള്ള അഭിനന്ദനങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ അങ്ങനെ വലിയ ഒരു വളരെ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനെ ഞാൻ തിരൂർ കണ്ടത് താരേട്ടനിലാണ്. ഒരുപാട് ആളുകൾ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേര് സപ്പോർട്ട് തിരൂർ സ്കൂളിൽ എനിക്ക് ഉണ്ടായിട്ട് എല്ലാവരും ഞാൻ ഈ സമയത്ത് ഓർക്കണം. ഇപ്പോൾ CP ആൻ്റണി മാഷായാലും ലക്ഷ്മിനാരായണ മേനോൻ മാഷായാലും എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്തിരുന്ന എൻ്റെ കൊളീഗ്സൊക്കെ തന്നെ. അപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് ഒരു നാട്ടുപ്രമാണി എന്നുള്ള രീതിയിൽ താരേട്ടനെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ പുസ്തകം ഞാൻ വായിച്ചു, വായിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇന്നലെ പിന്നെ രാത്രി ഇരുന്നത് വായിച്ചു. അത് എഴുതിയ രീതിയിൽ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പോലെയുണ്ട് അല്ലേ? സ്ക്രിപ്റ്റ് ലൈനാണ് അത്. നോവൽ എന്നുള്ളതിനേക്കാളും, ഫിക്ഷൻ്റെ എലമെൻ്റ് എന്നുള്ളതിനേക്കാളും ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. മുഴുവൻ ആക്ഷൻസാണ്. ഒരു ഊബർ ഡ്രൈവർ, ആ ഊബർ ഡ്രൈവറുടെ കാറിൽ വന്ന് കയറുന്ന ഒരു പെൺകുട്ടി, അവിടെ നിന്ന് തുടങ്ങുന്ന പതുക്കെ വലുതായി വരുന്നൊരു പ്രണയം, അമ്മയുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ബന്ധം, ഇയാളിലെ നന്മ. ആകെ നന്മയാണ് കേട്ടോ പുസ്തകം. അത് ശരിയല്ല, നന്മയും തിന്മയൊക്കെ കൂടിയതാണ് ജീവിതം. പക്ഷെ ഒരു പ്രണയം, ആ പ്രണയം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ സാഫല്യം, പ്രണയത്തിൻ്റെ സാഫല്യം ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. മനുഷ്യരുടെ നന്മകളാണ് ജീവിതത്തെ മധുരമുള്ളതാക്കുന്നത്, സുന്ദരമാക്കുന്നത്. നന്മയുള്ള കുറേ മനുഷ്യരുടെ കഥ എഴുതിയ ഒരു ആള് എന്നുള്ള രീതിയിൽ ഒരു പ്രണയകഥ, അതും ഊബറിൽ യാത്ര ചെയ്തുകൊണ്ടുള്ളൊരു പ്രണയകഥ എഴുതുന്നു. അത് കഥാകൃത്ത് പറയുന്നത് പോലെ അതിലെ കഥാനായകൻ്റെ ആഗ്രഹം ഒരു സിനിമ എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അയാൾ അമ്മോട് മറച്ചു വെച്ചിട്ട് ജോലിയൊക്കെ വിട്ടിട്ട് അതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ചൊല്ലുണ്ട്, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കാര്യം സാധിച്ചിരിക്കും. അതാണ് തീവ്രമായിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയാണെങ്കിൽ ആ കാര്യം സാധിച്ചിരിക്കും എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് സത്യത്തിൽ നോവലിൽ എനിക്ക് തോന്നിയത്. ആ കുട്ടി ആദ്യം തൊട്ടേ ആ ഊബർ ഡ്രൈവറുടെ സ്വപ്നം, അതിന് സ്വപ്നം എന്നാണ് പറയുന്നത്, ആ സ്വപ്നത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്, കഠിനമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. അത് അയാൾ സാഫല്യം നേടുന്നു എന്ന് പറയുന്ന ഒരു പ്രണയകഥ, ഒരു ഊബർ കഥ എന്നും പറയാം. ആ ഒരു ഡിഫറൻസ് അതിനുണ്ട്. എന്തായാലും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട താരേട്ടൻ്റെ മോൻ്റെ ഒരു പുസ്തകം എൻ്റെ കൈകൊണ്ട് പ്രകാശനം ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതും എൻ്റെ പുസ്തകങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട്. ഇപ്പം ഞാൻ വേറൊരാളെയും കൂടി ഓർക്കണം പുസ്തകങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ. നമുക്കൊരു തമ്പൂരി മാഷുണ്ടായിരുന്നു സംസ്കൃതത്തിൽ. അദ്ദേഹം എല്ലാം വിട്ടിട്ട് ബോംബെക്ക് പോകണം. അപ്പോൾ ബോംബെക്ക് പോകുമ്പോൾ അവിടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും വിറ്റൊഴിക്കുകയാണ്. ഞാൻ ഇതൊരിക്കൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് CP ആൻ്റണി മാഷ് പറഞ്ഞു, സാറാ നമ്പൂരി മാഷ് കുറേ പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട്, പുസ്തകങ്ങളുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണമെങ്കിൽ പോയി നോക്കിക്കോന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോൾ രാമായണത്തിൻ്റെ രാമായണം അതെ രാമായണം തന്നെ സമ്പൂർണ്ണ വാല്യങ്ങളുണ്ട്. അപ്പോൾ മാഷ് അതിന് 100 രൂപ വില പറഞ്ഞു. എനിക്കന്ന് 100 രൂപ പോയി പറ്റാത്ത വലിയ എമൗണ്ടാണ്. 100 രൂപ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം 600 രൂപയുടെ അത് ശമ്പളം. അതിലെ പിടുത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കയ്യിലിട്ടുള്ളൂ. അപ്പം ഞാൻ ഉപേക്ഷിച്ചു. സങ്കടം ഉണ്ടത്,
നന്നായി ബൈൻഡൊക്കെ ചെയ്തിട്ട് മഹാഭാരതമാണ് 4 വാള്യങ്ങളായിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പുസ്തകമാണ്. ഞാൻ എന്നിട്ട് മാഷടുത്ത് പറഞ്ഞു ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് വലിയ വിഷമമായി ആ പുസ്തകങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോരണേൽ. കാരണം അതാരും വാങ്ങാനും പോകുന്നില്ല, ഇനി വാങ്ങുമെന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചു എങ്ങനെ ഇത് വാങ്ങും. പിറ്റേ ദിവസം CPR മാഷ എന്നോട് പറഞ്ഞു ഒരു മാഷ് വിളിക്കുന്നുണ്ട്, എന്നോട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ചെന്നു. അപ്പം നിനക്ക് എത്ര ഉറുപ്പ്യ തരാൻ പറ്റുകയെന്ന് വെച്ചാൽ അതെടുത്തോളൂ. അങ്ങനെ ഞാൻ ആ മഹാഭാരതം വാങ്ങി, ആ പുസ്തകം വാങ്ങി. അത് എനിക്ക് വളരെ സഹായമായിരുന്നു എൻ്റെ വായനയ്ക്ക്. അപ്പോൾ ഞാനിത് ഓർക്കുന്നത് ഒന്നിനൊക്കെ ഓർക്കാൻ ഇത് കാരണമായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ലക്ഷ്മണ മാഷ ഓർക്കാനും ഒക്കെ. എന്തായാലും താൻ എഴുത്ത് തുടരുക, സിനിമയുടെ ലക്ഷ്യം തോന്നുന്നു നോവലിനേക്കാളും അധികം. ഏതായാലും സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ആ സ്വപ്നം സഫലമാവട്ടെ. ഇത് ആർക്ക് കൊടുത്തിട്ടാണ് പ്രകാശിപ്പിക്കുന്നത്?